ഏതാണ്ട് അരമണിക്കൂർ മുൻപാണ് വിശ്വാസിന്റെ മൃതദേഹം ഈ വീട്ടിലേക്ക് എത്തിച്ചത്. ധർമ്മടത്തെ വീട്ടിൽ പൊതുദർശനം ഏതാണ്ട് അവസാനിപ്പിക്കുന്നു. പുറത്തുനിന്നുള്ള ആളുകളൊക്കെ ഏതാണ്ട് കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ മൃതദേഹം മറ്റ് ചടങ്ങുകൾ പൂർത്തിയാക്കാനായി വീടിനകത്തേക്ക് എടുക്കുകയാണ്. ഇത്രയും സമയം മുറ്റത്തെ പന്തലിൽ പൊതുദർശനമായിരുന്നു. നൂറുകണക്കിന് ആളുകൾ ഈ പ്രദേശത്ത് നിന്നും കണ്ണൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമൊക്കെ എത്തിയിരുന്നു. രാഷ്ട്രീയ സാമ്പത്തിക നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ വർദ്ധിച്ചു. പൂജ പറഞ്ഞതുപോലെ വീട്ടിലെ സ്ഥിതി വളരെ ദുഃഖകരമാണ്. 3 വയസ്സുള്ള മകൻ മാത്രമാണുള്ളത്. ഭാര്യയും അമ്മയും ഒക്കെ വാർത്ത അറിഞ്ഞത് മുതൽ വലിയ പ്രശ്നത്തിലായിരുന്നു. അല്പസമയം മുൻപാണ് മെഡിക്കൽ സംഘം അടക്കമെത്തി ഇരുവരെയും പരിശോധിച്ചത്. എന്തായാലും സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനുള്ളിൽ തന്നെ നടക്കും. ഈ വീടിനകത്തേക്ക് മൃതദേഹം എടുത്ത് ബന്ധുക്കൾക്കും അടുത്ത ബന്ധുക്കൾക്ക് കാണാനുള്ള അവസരവും മറ്റ് ചടങ്ങുകളും ഒക്കെ പൂർത്തിയാക്കിയ ശേഷം വീടിന് മുറ്റത്തെ വളപ്പിൽ തന്നെയാണ് സംസ്കരിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്നത്. സംസ്കാര ചടങ്ങുകൾ അധികം വൈകാതെ തന്നെ നടക്കും. ഈ വിശ്വാസ് കൃഷ്ണൻ കുവൈറ്റിലേക്ക് പോയത് 8 മാസം മുമ്പാണ്. അതിനു മുൻപ് വിദേശത്തേക്ക് പോകാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിതാവ് ദീർഘകാലം പ്രവാസിയായിരുന്നു. അപ്പോഴൊന്നും പോകാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് അച്ഛന് അസുഖമൊക്കെ വന്നപ്പോഴാണ് കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്ത കുവൈറ്റിലേക്ക് പോയത്. അങ്ങനെ 8 മാസം മുമ്പ് പോയ ആളാണ് ഇപ്പോൾ ഇങ്ങനെ മൃതദേഹമായി തിരിച്ചെത്തിയിരിക്കുന്നത്. നാട്ടിൽ എല്ലാവർക്കും പ്രിയപ്പെട്ട ആളായിരുന്നു. അതുകൊണ്ട് തന്നെ മൃതദേഹം എത്തുമ്പോൾ വലിയ ജനാവലിയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഒരുപാട് വലിയ ശൃംഖലയുള്ള ആളായിരുന്നു വിശ്വാസ് കൃഷ്ണൻ. ഇന്നലെ മുതൽ തന്നെ സുഹൃത്തുക്കളാണ് ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ഇവിടെ ഉണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോൾ മൃതദേഹം വീട്ടിനകത്തേക്ക് മാറ്റിയിരിക്കുന്നു. ഇനിയിപ്പോൾ സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കാനുള്ള ഒരുക്കങ്ങളാണ്. വിശ്വാസ് കൃഷ്ണന്റെ സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. നാട്ടുകാർക്കൊക്കെ പ്രിയപ്പെട്ട ആളായിരുന്നു വിശ്വാസ് കൃഷ്ണനും. നാട്ടിലെ ഏത് കാര്യത്തിലും ആദ്യം തന്നെ വിശ്വാസം മുന്നിലുണ്ടാകും. നേരത്തെ ബംഗളൂരുവിലും കൊച്ചിയിലുമൊക്കെ ജോലി ചെയ്തിരുന്നു. 8 മാസം മുമ്പാണ് വിശ്വാസ് കുവൈറ്റിലേക്ക് പോയത്. അച്ഛൻ ദീർഘകാലം എയർപോർട്ടിൽ ജീവനക്കാരനായിരുന്നു. പലതവണ വിശ്വാസിനെ ദുബായിലേക്കൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിലും താല്പര്യമുണ്ടായില്ല. പിന്നെ അച്ഛന് രോഗബാധിതനാവുകയായിരുന്നു. അങ്ങനെയാണ് ബംഗളൂരിലെ ജോലി വിട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി നാട്ടിലേക്ക് പോന്നു. അങ്ങനെ ഏതാനും വർഷം മുമ്പ് അച്ഛൻ മരിച്ചതോടെയാണ് വീട്ടിൽ അമ്മയ്ക്കുമൊക്കെ താങ്ങും തണലുമായത് വിശ്വാസാണ്. വീടിനടുത്തുള്ള പൂജയാണ് വിവാഹം ചെയ്തത്. 3 വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട്, ദേവിക്. അവനെ എന്ത് പറഞ്ഞാണ് എല്ലാവരും കൂടെ നിർത്തുന്നത് എന്നറിയില്ല. അത്രത്തോളം പ്രായം മാത്രമേ ഉള്ളൂ. ആ കുഞ്ഞിന് മകൻ ജനിച്ച് 3 വർഷത്തിന് ശേഷമാണ് ആദ്യമായി ഗൾഫിലേക്ക് പോവുകയായിരുന്നു. മരിക്കുന്നതിന് തലേ ദിവസം തന്നെ നാട്ടിലെ അയൽക്കാരായ ആൾക്കാരെടുത്ത് അവിടെ നിന്നും സംസാരിച്ചിരുന്നു. വീട്ടിലേക്കൊക്കെ വരുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ ദിവസവും 2-3 തവണ കുഞ്ഞിനെ കാണാനായി വീഡിയോ കോൾ ചെയ്യുമായിരുന്നു. അങ്ങനെ കുടുംബത്തോടൊക്കെ ചേർത്ത് നിർത്തുന്ന ആ കുഞ്ഞിനെയൊക്കെ അത്രത്തോളം നെഞ്ചോട് ചേർത്ത് നിർത്തിയ ഒരു അച്ഛനാണ് ഇല്ലാതായത്. ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. ബന്ധപ്പെട്ടവരോടൊപ്പം ഒക്കെ ചേർന്ന് ഒരുപാട് കാലം ജീവിക്കണം, നല്ല രീതിയിൽ അവരെ നോക്കണം, മുന്നിലേക്ക് പോകണം എന്നുള്ളൊരാഗ്രഹം വിശ്വാസിനും ഉണ്ടായിരുന്നു.